അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലില്ല, ചെറിയ രീതിയിലൊക്കെ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഴുക്കിൽ UDF തീർച്ചയായിട്ടും ഭരണത്തിൽ വരും. അപ്പോൾ ഇത് എങ്ങനെ BJP ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ വോട്ടേഴ്സിൻ്റെ ഇടയിൽ മെയിനായിട്ടുള്ള അവരുടെ എയിം എന്ന് പറയുന്നത് LDF ഭരണത്തിൽ നിന്ന് മാറ്റുക എന്നതാണ്. അപ്പോൾ അതായത് കോൺഗ്രസിനെ ജയിപ്പിക്കാനോ BJP ജയിപ്പിക്കാനായിരിക്കില്ല അവരുടെ മുൻതൂക്കം. അവരുടെ മുൻതൂക്കം LDF തോൽപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് LDF നേരിടുന്ന പാർട്ടി ഏതാണ് അവർക്ക് വോട്ട് ഒഴുകും. ഫോർ എക്സാമ്പിൾ LDF മെയിനായിട്ടുള്ള ഒരു മത്സരാർത്ഥി UDF ആണെങ്കിൽ, മെയിനായിട്ടുള്ള മത്സരം LDF UDF തമ്മിലാണെങ്കിൽ അവിടെ LDF തോൽപ്പിക്കാൻ വേണ്ടി UDF വോട്ട് പോകും. അതേസമയം LDF BJP തമ്മിലാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരമെങ്കിൽ ആൻറ്റി LDF വോട്ടുകൾ BJP പോകും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ചില മണ്ഡലങ്ങളിൽ BJP വിജയ സാധ്യതയെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് UDF BJP കൂടിയിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ആൻറ്റി LDF വോട്ടുകൾ തീർച്ചയായിട്ടും UDF ഒഴുകും. ഫോർ എക്സാമ്പിൾ മഞ്ചേശ്വരം പാലക്കാടാണെങ്കിലും അങ്ങനെ മെയിനായിട്ടുള്ള മത്സരം BJP UDF തമ്മിലാണെങ്കിൽ അവിടെയൊക്കെ UDF ആയിരിക്കും ജയിക്കുക. അതേസമയം LDF BJP തമ്മിലാണ് മെയിൻ മത്സരമെങ്കിൽ അവിടെ BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ BJPക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. BJP ജയിക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലായിരിക്കും BJP ജയിക്കുക. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഒരു 4-3 സീറ്റെങ്കിലും BJPക്ക് കിട്ടും. അതായത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, ഈ 4 സീറ്റിൽ ഏതെങ്കിലും 2-3 സീറ്റ് BJPക്ക് 100% ഉറപ്പാണ്.